ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പോത്തുംകാൽ സൂപ്പായാലോ? ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനായി രാവിലെ പോത്തുംകാൽ വാങ്ങി വെള്ളത്തിലിട്ടു. ഓരോ പീസും നല്ല വലിപ്പമുള്ള കാല കണ്ടില്ലേ? അതിനെ ഇനി കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനാവശ്യമായ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൊച്ചുള്ളിയും എല്ലാം റെഡിയാണ്. ഇതൊക്കെ ഒന്ന് ഇടികല്ലിൽ ചതച്ചെടുക്കണം. സവാള അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഇതെല്ലാം ചതയ്ക്കാൻ ആരംഭിച്ചു. ഞാൻ എല്ലാ വീഡിയോയിലും ഇതുപോലെ ചതച്ചാണിടാറ്. എൻ്റെ ഇതിനു മുമ്പുള്ള കുക്കിംഗ് വീഡിയോ കണ്ടവർക്ക് അത് മനസ്സിലാകും. എണ്ണ ഒഴിച്ച് അതിലേക്ക് ഉലുവയിട്ട് നല്ല പോലെ ചൂടാക്കണം. എങ്കിലേ എണ്ണയിലേക്ക് ഉലുവയുടെ മണം ഇറങ്ങുകയുള്ളൂ. കരിയപ്പല ഇട്ട് അതിലേക്ക് പോത്തിൻ്റെ കാലും സവാളയും ചതച്ചു വച്ചിരിക്കുന്ന കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒരുമിച്ചങ്ങ് ചേർക്കാം. അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാം ഓരോ സ്പൂൺ, ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളവും ചേർക്കണം. ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. കുക്കർ നല്ലപോലെ അടച്ച് ഒരു 6 വിസിൽ കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ലപോലെ അത് വെന്ത് കിട്ടൂ. കുക്കർ തുറക്കാൻ ധൃതിയൊന്നും വെക്കരുത്. നല്ലപോലെ അതിനകത്തിരുന്ന് വെന്തതിന് ശേഷം അത് തുറക്കുമ്പോൾ ഇതുപോലെ നല്ല വെന്ത് കിട്ടും. കണ്ടില്ലേ? എല്ലിൽ നിന്ന് ഇറച്ചിയൊക്കെ വിട്ട് നല്ല പരുവത്തിനായി കിടപ്പുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചരുവത്തിലേക്ക് മാറ്റണം. പിന്നെയും മസാലപ്പൊടികൾ അതിൽ ചേർക്കാനുണ്ട്. 1 സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ഇനി ഇതിൽ ചേർക്കാനുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ചരുവത്തിലിട്ട് അരമണിക്കൂർ തിളപ്പിക്കണം. കൂടെ 1 ഗ്ലാസ് ചൂടുവെള്ളവും ഒഴിക്കണം. നല്ലപോലെ തിളച്ച് സിമ്മിലിട്ട് വേവിക്കണം. അപ്പോൾ അതിനകത്തുള്ള സാധനമൊക്കെ നമുക്കിങ്ങനെ കൊട്ടുമ്പോൾ ഊർന്നു വീഴും. കണ്ടില്ലേ? അതിൽ നിന്ന് വീണ സാധനമാണ് നിങ്ങളീ കാണുന്നത്. ഗ്രേവിയും നല്ല രുചിയാണ്. കണ്ടില്ലേ? നല്ല തിക്ക് ഗ്രേവി. സാദാ സൂപ്പ് പോലെ രുചിയില്ലാത്തതല്ല ഇത്. ഇത് നമുക്ക് അപ്പത്തിനും ബെറോട്ടയ്ക്കും ഒക്കെ കറിയായിട്ടും ഉപയോഗിക്കാം. എല്ലാവരും ട്രൈ ചെയ്യണേ. ഇടിയപ്പം പോത്തുംകാലും നല്ല ഒരു കോമ്പിനേഷനാണ്.